गुरुनाथ महाराज की जय. വാമനാവതാരത്തിന് ശേഷം മത്സ്യാവതാരം ഇവിടെ വർണ്ണിക്കുന്നു. വാമനൻ പോലെയാണ് മത്സ്യാവതാരം. ആദ്യം ചെറുതായി വന്നു, പിന്നെ വലുതായി. അതുകൊണ്ട് ഇവിടെ വർണ്ണിച്ചു. പിന്നെ വാമനാവതാരം വേദത്തിൽ പറഞ്ഞതുകൊണ്ട് വേദം രക്ഷിച്ച അവതാരം മത്സ്യാവതാരം പറഞ്ഞുകൊണ്ടാണ് അഷ്ടമസ്കന്ധം സമർപ്പിച്ചു. പിന്നെ 9ാമത്തെ സ്കന്ധം പല രാജാക്കന്മാരുടെ ചരിത്രമാണ് ഇവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. ഇവിടെ ശുകാചാര്യൻ തന്നെ പറയുന്നു, നശക്യത്തെ വിസ്തരതഃ വക്തും വർഷശതൈരപി. 100 കൊല്ലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 കൊല്ലം പറഞ്ഞാൽ 100 കൊല്ലങ്ങളായിട്ട് എത്ര വർഷം പറഞ്ഞാലും ഇത് അവസാനിക്കാൻ പറ്റില്ലേ എന്നാണ് വർണ്ണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ രാജാക്കളുടെ പേര് മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. 1-2 രാജാക്കന്മാരുടെ കഥ മാത്രമേ വിസ്തരിച്ച് ഇവിടെ വർണ്ണിക്കുന്നു. വാഴക്കുന്നം വാസുദേവൻ നമ്പൂതിരി ഈ ഭാഗവതത്തിന് തീവണ്ടിയായിട്ട് വർണ്ണിക്കുന്നു. സംസാര സാഗര തീരത്ത് ഭാഗവത വണ്ടി ഓടിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാകുന്ന ചീട്ട് വാങ്ങിയവർക്ക് മാത്രം ഇതിൽ കയറാൻ പറ്റുള്ളൂ. കള്ളച്ചീട്ടായി വരുന്നവരെ ഇറക്കി വിടും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഭാഗവത തീവണ്ടിയിൽ മൊത്തം 12 കോച്ചാണ്. S1, S2, S3 അങ്ങനെ 12 കോച്ചാണ് ഈ ഭാഗവത തീവണ്ടിയിൽ. അതിൽ ആദ്യത്തെ S1 കോച്ചിൽ കുന്തി കുടുംബസമേതം കയറിയിരുന്നു. പിന്നെ വേറെ ആൾക്ക് സ്ഥലമില്ലാതായി. അങ്ങനെ വലിയ കുടുംബമാണ്. ചില കുടുംബമൊക്കെ വലിയ കുടുംബങ്ങളാണ്. പണ്ടൊക്കെ അങ്ങനെയാണ്, വലിയ കുടുംബം. അങ്ങനെ കുടുംബം പറഞ്ഞതിൻ്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന സ്ഥലമാണ് കുടുംബം. ഇപ്പോൾ കുടുംബം മാറി അണുകുടുംബമായി. അണുകുടുംബം ഇടയ്ക്കിടയ്ക്ക് ബാമ്പ് പൊട്ടുന്നത് പോലാകും. പണ്ടൊക്കെ വീട്ടിൽ 4-5 ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഒരു ഗ്രഹപ്പഴയും ഉണ്ടാവാറില്ല. എന്താ കാരണം, ഒരാൾക്ക് മോശമായാൽ വേറെ ആൾക്ക് നന്നാവും. ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ ഈ ഗ്രഹത്തിൻ്റെ ദോഷമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ള 2 ആൾക്ക് തന്നെ മോശമായാൽ പിന്നെ ബുദ്ധിമുട്ടായി. പിന്നെ പണ്ട് വീട്ടിൽ ഓരോ വീട്ടിലും ഒരു പശു വളർത്തിയിരുന്നു. ആ പശു ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറ്റമായിരുന്നു. അതും ഇപ്പോൾ ഇല്ലാതായി. പശു വളർത്തുന്ന ആ ഗോസംരക്ഷണവും ഇല്ല. പിന്നെ വീട്ടിൽ ഒരു തുളസിത്തറ വച്ച് തുളസി പൂജ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാതായത് കൊണ്ടാണ് കൂടുതൽ എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങൾ വരാൻ കാരണം. എന്തായാലും ഓരോ കോച്ചിലും ഓരോരോ ആൾക്കാർ കയറി വരുന്നത് പോലെ ജനറൽ ഡബ്ബ പറയാറുണ്ടല്ലോ, അതുപോലെയാണ് നവമസ്കന്ധം. സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരെ തിരക്കി എല്ലാവരെയും കയറ്റി വിട്ടു എന്ന് പറയേണ്ടി വരും. അതിൽ പ്രധാനമായി അംബരീഷൻ്റെ ചരിത്രം വർണ്ണിക്കുന്നു. അംബരീഷനൊക്കെ എന്താണ് പെരുമ ചോദിച്ചാൽ, നാസ്പൃശൻ ബ്രഹ്മശാപോപി, ബ്രാഹ്മണശാപം ബാധിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ പരീക്ഷിത്ത് പോലും അത്ഭുതപ്പെട്ടു. ചിലപ്പോൾ ബ്രാഹ്മണന്മാരുടെ ആശീർവാദം ഫലിക്കില്ലേ, ശാപം കൊടുത്താൽ ഉടനെ ഫലിക്കും. പരീക്ഷിത്ത് കഥ കേൾക്കാൻ ഇരിക്കുന്നത് തന്നെ ബ്രാഹ്മണ കുഞ്ഞിൻ്റെ ശാപം ഏറ്റിട്ടാണ്. ആ അംബരീഷനക്ക് എന്താണ് പെരുമ ചോദിച്ചപ്പോഴാണ്. അതുമാത്രമില്ല, അംബരീഷൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ച ആളാണ്. ഏകാദശി പറയുന്നത് 3 ദിവസം. ദശമി ദിവസം ഒരു വേള മാത്രമേ കഴിക്കാവൂ. ഏകാദശി മുഴുവനും പട്ടിണിയിരുന്നാൽ നല്ലതാണ്. അത് പറ്റാത്തവർക്കാണ് കുറച്ച് വെള്ളം കുടിച്ചാൽ നല്ലത് പറയുന്നു. മധ്യമം വെള്ളം കുടിക്കുന്നത് ഉത്തമം. ഒന്നും കഴിക്കാതിരുന്നാൽ ഉത്തമം, വെള്ളം കുടിച്ചാൽ മധ്യമം. പിന്നെ വെള്ളം പറയുന്നത് പോലെ നമ്മളിത് പാല്, കാഫി, ചായ ഇങ്ങനെയൊക്കെ ബോൺവിറ്റ, ഹാർലിക്സ് അങ്ങനെ ആക്കി. പിന്നെ പഴം കഴിച്ചാൽ അധമം, ഫലാഹാരം. സംസ്കൃതത്തിൽ ഫളം പറഞ്ഞാൽ പഴങ്ങൾ എന്നർത്ഥം. ഫലാഹാരമാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താക്കി, ഫലാഹാരം പലഹാരമാക്കി. ഇപ്പോൾ അരി നേരിട്ട് കഴിക്കാൻ പറ്റാത്തവർ അത് ഉടച്ച് ഉപ്പുമാവായിട്ടും അല്ലെങ്കിൽ ഗോതമ്പായിട്ടും, അരി ഭക്ഷണം നടത്തി ഗോതമ്പ് കഴിച്ചാൽ വ്രതം എന്ന് ചില ആൾ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചാൽ ഉത്തരഭാഗത്തിൽ എല്ലാവരും ഏകാശിയാണ് നോക്കുന്നു എല്ലാ ദിവസവും. ആഹാരം മാറ്റുന്നത് മുഖ്യമില്ല, മനസ്സ് ഭഗവാന്റെ അടുത്ത് പോകുന്നു. ഉപവാസം പറഞ്ഞാൽ ഉപം പറഞ്ഞാൽ അടുത്ത് എന്നർത്ഥം. സമീപം ഉപസമീപേ വസതീതി ഉപവാസ.
എപ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സ് വാക്ക് കായം വാക്കുകൊണ്ടും ഭഗവാന്റെ അടുത്തേക്കാം. ഉപാവൃത്തസ്യ പാപേഭ്യഃ യസ്തു വാസോ ഗുണൈസ്സഹ ഉപവാസഃ സവിജ്ഞേയഃ സർവഭോഗ വിവർജിതഃ. ഉപവാസം പറഞ്ഞാൽ അന്ന് പാപകർമ്മങ്ങൾ ഒന്നും ചെയ്യാതെ ഭഗവാന്റെ ഗുണങ്ങൾ കേട്ടിരിക്കണം. അതാണ് ഉപവാസം. പിന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അസകൃത് ജലപാനാച്ച. ഉപവാസം പറഞ്ഞിട്ട് പട്ടിണിയല്ലേ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ വെള്ളം കുടിച്ചേക്കാം. എപ്പോഴും വെള്ളം കുടിക്കാൻ പാടില്ല. കൂടുതൽ വെള്ളം കുടിച്ചാൽ ഇടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരും. അപ്പോൾ അത് കൂടുതൽ പാടില്ല. സകൃത് താമ്പൂല ചർവനാഥ്. താമ്പൂലം അന്ന് ഇടാൻ പാടില്ല. തെറ്റിലെ വാക്ക് മുറുക്കാൻ പാടില്ല. പിന്നെ ദിവാസ്വാപാച്ച മൈഥുനാഥ്. ഉപവാസ ദിവസം ഉച്ചയ്ക്ക് പകൽ സമയത്തിൽ ഉറങ്ങാൻ പാടില്ല. ശരിക്കും രാത്രിക്ക് ഉറങ്ങാൻ പാടില്ല, പക്ഷേ രാത്രി ഉറങ്ങാതിരിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ദിവാസ്വാപാച്ച മൈഥുനാഥ് ഉപവാസം പ്രണശ്യേത് എന്നാണ് പറയുന്നത്. പിന്നെ ബ്രഹ്മചര്യം അഹിംസാച്ച സത്യം ആമിഷവർജനം പ്രതേഷ് ഏതാനി ചത്വാരി ചരിതവ്യാനി നിത്യശഃ എന്നൊക്കെ പറയുന്നു. യഥോക്തമായ വ്രതം അനുഷ്ഠിക്കുന്നു അംബരീഷൻ. അത് കണ്ട് ഭഗവാൻ സന്തോഷിച്ചു. തൻ്റെ സുദർശന ചക്രം അംബരീഷൻ്റെ കയ്യിൽ കൊടുത്തു. ഭഗവാന്റെ ചക്രം കിട്ടിയപ്പോൾ ചക്രത്തിനെ പൂജിക്കാൻ തുടങ്ങി. വൃശ്ചിക മാസം ശുക്ലപക്ഷ ദ്വാദശി വൃന്ദാവന ദ്വാദശി എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. അന്നാണ് ഭഗവാൻ തുളസീ ദേവിയെ വിവാഹം കഴിച്ച ദിവസമാണ്. അപ്പോൾ ഒരു ഗോപി തപസ് ചെയ്തു. അപ്പോൾ എന്ത് വേണം ചോദിച്ചപ്പോഴാണ്, ഞാൻ ഒരു വൃന്ദാവന കാടായി മാറാം, എൻ്റെ അടുത്ത് നീ ലീലകളൊക്കെ ചെയ്യണം പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഒരു ഗോപികയുടെ തപസ് കൊണ്ട് ആ ഗോപിയാണ് തുളസി ചെടിയായി മാറി. അങ്ങനെ തുളസി ചാടി എവിടെ കൂടുതൽ ഇരിക്കുന്നുവോ അതാണ് വൃന്ദാവനം. തുളസി കാണണം എത്ര പത്മവനാണിച്ച് വസന്തി വൈഷ്ണവായത്ര തത്ര സന്നിഹിതോ ഹരിഹി എന്നാണ് പുരാണം പറയുന്നു. അങ്ങനെ വൃന്ദാവനത്തിൽ ഈ അംബരീഷ മഹാരാജാവ് വ്രതം ചെയ്യുന്നു. ഏകാശി മുഴുവനും പട്ടിണി ഇരുന്ന് ദ്വാദശി ദിവസം 12 ബ്രാഹ്മണന്മാർക്ക് പായസദാനം കൊടുത്താൽ വളരെ വിശേഷമാണ്. അത് സാധാരണ പാത്രത്തിൽ കൊടുത്താൽ വിശേഷം, സുവർണ പാത്രത്തിൽ കൊടുത്താൽ കൂടുതൽ വിശേഷം. രാജാവല്ലേ, അതുകൊണ്ട് സുവർണ പാത്രത്തിൽ ദാനമൊക്കെ ചെയ്തു. പിന്നെ പാരണ വീടാൻ വേണ്ടി അംബരീഷൻ പുറപ്പെട്ടപ്പോഴാണ് ദുർവാസ ഭഗവാനഭൂത്. ദുർവാസ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ സുഖാചാര്യൻ പറയുന്നു, ദുർവാസ ഋഷി പറഞ്ഞിട്ടില്ല, ദുർവാസ ഭഗവാൻ ദുർവാസൻ അവിടെ വന്നു. ഭഗവാൻ പറഞ്ഞാൽ ശിവൻ്റെ അവതാരമാണ് ദുർവാസ മഹർഷി. ഭഗവാന്റെ കാര്യം ചെയ്യാൻ പോകുന്നു. ഭഗവാൻ എന്ത് ചെയ്യും? തൻ്റെ പെരുമ കുറച്ച് ഭക്തൻ്റെ പെരുമ കാണിച്ചു തരും. അംബരീഷിൻ്റെ പെരുമ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കണം പറഞ്ഞപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് ജപിച്ചിട്ട് വരാൻ പറഞ്ഞ അദ്ദേഹം മാധ്യാനികസ്നാണ്. പണ്ടൊക്കെ 2 വേള കുളിച്ചിരുന്നു, 2 വേള 3 വേള കുളിക്കാറുണ്ട്. സന്യാസിമാർക്ക് 3 വേള കുളിക്കണം, ഗൃഹസ്ഥന്മാർക്ക് 2 വേള കുളിക്കണം. അതൊക്കെ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കുളിച്ചിട്ട് വരാൻ പോയി അവിടെ തപസ് ചെയ്യാൻ പോയി. അവിടെ ധ്യാനത്തിലിരുന്നു. നിമമജ്ജ ബൃഹധ്യായെന്ന് സമയത്തിൽ പാരണ കഴിക്കണം, ഇല്ലെങ്കിൽ വ്രതം മുടങ്ങും. അപ്പോൾ അടുത്തുള്ള ബ്രാഹ്മണന്മാരോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കുറച്ച് തുളസി തീർത്ഥം സേവിച്ചോളൂ പറഞ്ഞു. കാരണം വേദം തന്നെ പറഞ്ഞിട്ടുണ്ട്, വെള്ളം കുടിച്ചാൽ അത് ഭക്ഷണം കഴിച്ചതിന് തുല്യമാണ്. അങ്ങനെ തുളസി തീർത്ഥം സേവിച്ചു. ഇത് മനസ്സിലാക്കി ദുർവാസ മഹർഷി ഉടനെ അവിടെ വേഗം വന്നു. എന്നോട് ചോദിക്കാതെ എങ്ങനെ പാരണ വീടി, ഇത് ഞാൻ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, പാരണ കഴിഞ്ഞില്ലേ എന്നെ വിളിക്കുക ചെയ്തുകൊണ്ട് അതെൻ്റെ ഫലം കാണിച്ചു തരാൻ പറഞ്ഞ് പെട്ടെന്ന് തലയിൽ നിന്ന് ജട പറിച്ച് ഒരു ആഭിചാര മന്ത്രം പറഞ്ഞു വിട്ടു. അതിൽ നിന്ന് ഒരു ഭൂതം പുറപ്പെട്ടു. കയ്യിൽ വാളുമായി അംബരീഷനെ കൊള്ളാൻ വേണ്ടി വരുന്നു. ആ സമയത്തിൽ പോലും അംബരീഷൻ കൈകൂപ്പി നിൽക്കുന്നു. അപ്പോഴാണ് അംബരീഷൻ പൂജിക്കുന്ന സുദർശന ചക്രം പുറപ്പെട്ടു. സുദർശനം മന്ത്രം ജപിച്ചാൽ മതി, സുദർശന യന്ത്രം വീട്ടിൽ വെച്ചാൽ മതി, അവർക്ക് തന്നെ ഒരു ബാധ ഉണ്ടാവില്ല. ബാക്കി ദേവന്മാരെ വിളിക്കണം, സുദർശനത്തെ വിളിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആപത്തുണ്ടാൽ സ്വയം പുറപ്പെട്ടോളും.
ഇവിടെ മന്ത്രം യന്ത്രമില്ലേ, ഒറിജിനൽ സുദർശനമാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. പെട്ടെന്ന് പുറപ്പെട്ടു. സുദർശനം വന്നപ്പോൾ ഈ ഭൂതം ഭസ്മമായി. അത് കണ്ട് ദുർവാസ മഹർഷി ഓടാൻ തുടങ്ങി. കാരണം ഭൂതത്തിൻ്റെ പേരിൽ തെറ്റില്ല, പറഞ്ഞു വിട്ടാൽ ഞാനല്ലേ, അപ്പോൾ എനിക്കും ശിക്ഷ കിട്ടും വിചാരിച്ച് അദ്ദേഹം ഓടാൻ തുടങ്ങി. ദുർവാസ മഹർഷി ഓടുന്നത് കണ്ടപ്പോൾ ചക്രം നോക്കി, ഈ പ്രായമായ ഋഷി ഓടുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും വീണ് പോയാലോ വിചാരിച്ച് പുറകിൽ ടാർച്ചടിച്ചുകൊണ്ട് വെളിച്ചം കൊടുത്തുകൊണ്ടാണ് പുറകിൽ വരുന്നത്. അദ്ദേഹം നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരു വിചാരിച്ച് വേഗം ഓടി ബ്രഹ്മലോകത്തിൽ ചെന്ന് ബ്രഹ്മാവോട് പ്രാർത്ഥിച്ചു, എന്നെ രക്ഷിക്കണേ. ബ്രഹ്മ പറഞ്ഞു, എന്നെ കൊണ്ട് രക്ഷിക്കാൻ വയ്യ. ഉടനെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചു. ശംഭോ മഹാദേവ ദേവ ശിവശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. മഹാദേവ വിളിച്ചു. എന്താ? വേഗം ശൂലം എടുക്കൂ. എന്താ? പുറകിൽ സുദർശന ചക്രം പറഞ്ഞിട്ടുണ്ട്, അത് പിടിച്ചോളൂ. ഇത് ദീപാവലി ചക്രം പോലെ ശൂലത്തിൽ കുത്തി പിടിക്കുന്ന ചക്രമില്ലേ, ഇത് കാളചക്രമാണ്. ഇത് ഭഗവാന്റെ ചക്രമാണ്. ഇപ്പോൾ നിങ്ങളല്ലേ ഭഗവാൻ കൊടുത്ത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് ഇതിനെ പുരാണ കഥയൊക്കെ വേറെ പുരാണത്തിൽ കഥ പറയുന്നുണ്ട്. അതിന് തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രം തന്നെയുണ്ട്, വിഷ്ണുപുരം എന്നൊരു ഗ്രാമം. അവിടെ ഒരു 1000 താമര ഉണ്ടാക്കാൻ വേണ്ടി കുളമൊക്കെ റെഡിയാക്കി ഓരോ ദിവസവും മഹാവിഷ്ണു തന്നെ അവിടെ മഹാദേവനക്ക് സമർപ്പണം ചെയ്തു. താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തു. അങ്ങനെ അർച്ചന ചെയ്യുമ്പോൾ മഹാദേവൻ ഒരു പരീക്ഷ നടത്താൻ വേണ്ടി ചെയ്തു, ഒരു പൂ കാണാതാക്കി, അത് ഇല്ലാതാക്കി. അപ്പോൾ ഭഗവാൻ ചെയ്തു, ഭഗവാന്റെ കണ്ണു താമര പോലെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കണ്ണെടുത്ത് ഇങ്ങനെ ഭഗവാന്റെ പാദത്തിൽ വെച്ചു. ഇപ്പോഴും ആ ക്ഷേത്രമുണ്ട്, തിരുവീഴി മിഴളൈ എന്നാണ് പേര് അതിൻ്റെ ക്ഷേത്രത്തിൽ. ആ ഭഗവാന്റെ പേരാണ് മാപ്പിള്ളൈ സ്വാമി. അവിടെ പാർവതി ദേവിയെ, കാത്യായനി ദേവിയെ ഭഗവാൻ വിവാഹം കഴിച്ചു. ആ ഭഗവാന്റെ നടയിൽ നമുക്ക് കാണാം, ആ കാളിൽ ആ ഭഗവാൻ തൻ്റെ കണ്ണ് തന്നെ സമർപ്പിച്ചത്. വിവാഹമാവാത്തവർ അവിടെയും പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ 5 ശിവക്ഷേത്രം, 5 വിഷ്ണു ക്ഷേത്രം, വിവാഹ ക്ഷേത്രമുണ്ട്. അത് തൊഴുതാൽ വിശേഷമാണ്. അപ്പോഴാണ് മഹാദേവൻ വിഷ്ണുവിനെ സുദർശന ചക്രം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുത്തതല്ലേ സുദർശന ചക്രം? അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇപ്പോൾ ഒരു അച്ഛൻ കുട്ടിക്ക് ഒരു ബൈക്ക് വാങ്ങി കൊടുത്തു പറഞ്ഞാൽ പിന്നെ അച്ഛനോട് ബൈക്ക് അത് ഓടുന്നത് നിർത്തി പറഞ്ഞാൽ അത് പറ്റില്ല. അത് ചുമതല ആളുടെ മകൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മകനെ അതൊക്കെ നോക്കുന്നു. ഇയാൾ വാങ്ങിക്കൊടുക്കുന്ന അതിൻ്റെ പൊറുപ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് നാം ഭഗവാൻ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി എനിക്കതൊക്കെ സംബന്ധമില്ല. അതുകൊണ്ട് വേഗം വൈകുണ്ഠത്തിൽ പോയി ചെന്ന് പ്രാർത്ഥിച്ചോളൂ. ദുർവാസൻ മിടുക്കനാണ്. എന്താ കാരണം? ഭാഗവത അപരാധം ചെയ്തിട്ട് വൈകുണ്ഠത്തിൽ പോയാൽ കാളുകുത്താൻ സമ്മതിക്കില്ല ഭഗവാൻ. അതുകൊണ്ടാണ് മഹാഭാഗവതരായ മഹാദേവൻ്റെ അനുഗ്രഹം, ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും മേടിച്ചിട്ടാണ് വൈകുണ്ഠത്തിൽ പോയി നാമം ജപിച്ചു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുത അനന്ത സദീപ്സിത പ്രഭോ. നാമം ജപിച്ചപ്പോൾ ഭഗവാൻ എഴുന്നേറ്റു. ദുർവാസ മഹർഷിയോട് പറഞ്ഞു, ദുർവാസ മഹർഷി, ഞാൻ ഭഗവാൻ അംബരീഷൻ ഭക്തൻ എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെയില്ലേ, എൻ്റെ ഭക്തൻ, എൻ്റെ ഭഗവാന്മാരാണ് ഭക്തന്മാർ. അഹം ഭക്തപരാധീന അസ്വതന്ത്ര ഇവ ദ്വിജാഃ സാധുഭിർഗ്രസ്തഹൃദയഃ ഭക്തൈർഭക്തജനപ്രിയഃ അഹം ഭക്തപരാധീന. ഈ ചക്രം ഞാൻ അംബരീഷൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. നീ അംബരീഷൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അതുകൊണ്ട് വേഗം അംബരീഷൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചോളൂ. അപ്പോൾ ദുർവാസ മഹർഷി ചോദിച്ചു, ഞാൻ നിറച്ചും തപസ് ചെയ്തിട്ടുണ്ടല്ലോ, നിറച്ചും പഠിച്ച ആളല്ലേ, എൻ്റെ തപസ്സിനും എൻ്റെ വിദ്യയ്ക്കും ഒരു പെരുമ വേണ്ടേ? എത്ര തപസ് ചെയ്താലും എത്ര പഠിച്ചാലും വിനയം വേണം. ജ്ഞാനം തപശ്ച വിനയാൻവിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ.
അംബരീഷൻ കാലിൽ വീണോട് പറഞ്ഞപ്പോൾ ദുർവാസ മഹർഷി വീണ്ടും വന്നു. വരുമ്പോൾ തന്നെ ഒരു കൊല്ലമായി. ആ ഒരു കൊല്ലം വരെ അംബരീഷൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്നു. രാജ അഭക്ഷോ ബഭൂവഹ എന്നാണ് പറയുന്നു. വീണ്ടും നമസ്കരിച്ചപ്പോൾ ദുർവാസ മഹർഷിക്ക് വേണ്ടി സുദർശന ഭഗവാനെ സ്തുതിച്ചു. സുദർശന നമസ്തുഭ്യം സഹസ്രാരാച്യുതപ്രിയ സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തി ഭൂയായിടസ്പദേ. സുദർശന ഭഗവാനെ സ്തുതിച്ച ശേഷം സുദർശന ഭഗവാൻ സാളഗ്രാമമായി മാറി. പിന്നെ ദുർവാസ മഹർഷിക്ക് ഭക്ഷണം കൊടുത്ത് അംബരീഷൻ എൻ്റെ അപരാധം ക്ഷമിക്കണേന്ന് പറഞ്ഞപ്പോഴാണ് ദുർവാസ മഹർഷി അത്ഭുതപ്പെട്ടു. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ. ഭക്തന്മാരുടെ പേരും ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. കാരണം നിന്നെ കണ്ട ശേഷം പിന്നെ എനിക്ക് എല്ലാ ദേവന്മാരെയും കാണാൻ സാധിച്ചു. ബ്രഹ്മ, വിഷ്ണു, ശിവൻ എല്ലാവരെയും കാണാനുള്ള ഭാഗ്യം കിട്ടി. ഒരു കാര്യം മനസ്സിലാക്കി, ഭാഗവതന്മാർക്ക് അപരാധം ചെയ്തവർക്ക് ഒരാളും രക്ഷപ്പെടുത്താൻ പുറപ്പെടാറില്ലേ? എന്താ കാരണം? ഭാഗവതന്മാർക്ക് അപരാധം ചെയ്തവർക്ക് സഹായിക്കാൻ പുറപ്പെട്ടാൽ അവരെയും കൂടി ആ ഭാഗവത അവതാരം പിടികൂടും. പിന്നെ അവസാനം അംബരീഷൻ മാത്രമേ ഇവിടെ രക്ഷിച്ചു. ഇതിൽ ഭാഗവത ലക്ഷണവും നമ്മളെ ദ്രോഹിച്ച ആൾ വന്നാൽ പോലും അവർക്കും നന്മ ഉണ്ടാവട്ടെ വിചാരിക്കുന്നവരാണ് ഭാഗവതന്മാർ. നമ്മളൊക്കെ നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചാൽ ഉടനെ അമ്പലത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്താൻ പോകും. അങ്ങനെ പോകരുത്. നമ്മളെ ദ്രോഹിച്ച ആൾക്കും നല്ല ബുദ്ധി ഉണ്ടാവട്ടെ അങ്ങനെ പ്രാർത്ഥിക്കണം. അത് അത്ര എളുപ്പത്തിൽ വരില്ല. അത് ഭഗവാൻ അനുഗ്രഹിച്ചാലേ വരുള്ളൂ. അങ്ങനെ ഭക്തന്മാരുടെ പെരുമ കാണിച്ചു തരുന്ന രംഗമാണ്. താത്വികമായിട്ട് പറഞ്ഞാൽ അംബരീഷൻ പറയുന്നത് ഭക്തനാണ്, ഭക്തിയാണ്. ഭക്തിക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ദുർവാസനകളാണ്. അപ്പോൾ ചക്രം, ജ്ഞാനമാകുന്ന ചക്രം കൊണ്ട് ആ ദുർവാസന മാറിയാൽ ഭക്തിയാകിയ അംബരീഷൻ രക്ഷപ്പെടും എന്നാണ് ഇതിൻ്റെ തത്വം. പിന്നെ പല രാജാക്കന്മാരുടെ കഥ പറഞ്ഞു വരുമ്പോൾ 2 അധ്യായത്തിൽ രാമാവതാര ചരിത്രം വർണ്ണിക്കുന്നു. ഗുരുവർത്ഥേ ത്യക്തരാജ്യോ വ്യചരധനുവനം